നമസ്കാരം. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കലാപം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വനിതാ ടിക്ടോക്ക് താരത്തെ തട്ടിക്കൊണ്ടുപോയി പരസ്യമായി വധിച്ചു. മറിയം സിസെ എന്നാണ് ഈ വനിതാ ടിക്ടോക്കറുടെ പേര്. ഇവർ മാലിയിലെ ഔദ്യോഗിക സൈന്യത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടുകളും ഈ തീവ്രവാദികൾ അവിടെ നടത്തുന്ന കൂട്ടക്കൊലകളെയൊക്കെ തന്നെ ഹാസ്യാത്മകമായി വിവരിച്ചുകൊണ്ടാണ് ഇവർ ടിക്ടോക്ക് വീഡിയോകൾ ചെയ്തിരുന്നത്. ഇത് അൽ-ഖ്വയ്ദയെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഈ മാസം 7-ാം തീയതിയാണ് അൽ-ഖ്വയ്ദ പ്രവർത്തകർ മറിയത്തെ പിടികൂടിയത്. തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ലൈവായി പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അടുത്ത ദിവസം ഇവരെ ഒരു മോട്ടോർ സൈക്കിളിൽ നഗരമധ്യത്തിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള ഒരു ചത്തുരത്തിൽ വെച്ച് പരസ്യമായി വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു. മറിയത്തിൻ്റെ സഹോദരൻ തന്നെയാണ് ഈ വാർത്ത പിന്നീട് പുറത്തുവിട്ടത്. ഈ സംഭവത്തിന് സാക്ഷിയാകാൻ മറിയത്തിൻ്റെ സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ അൽ-ഖ്വയ്ദ തീവ്രവാദികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മാലിയിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ അൽ-ഖ്വയ്ദ തീവ്രവാദികളെ നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും പരാജയപ്പെട്ട ഒരവസ്ഥയിൽ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് അവിടുത്തെ ഔദ്യോഗിക വിഭാഗം. സർക്കാർ സൈന്യവുമൊക്കെ തന്നെ ഇവരെ നേടാനാകാത്ത അവസ്ഥയിലാണ്. കാരണം അവർക്കില്ലാത്ത തരത്തിലുള്ള ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെയാണ് ഈ അൽ-ഖ്വയ്ദ പ്രവർത്തകർക്ക് ഉള്ളത്. ജനങ്ങളെ ഭയപ്പെടുത്തി നാളെ തങ്ങളെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്ക് ഇതായിരിക്കും അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി ആകാം ഈ മറിയത്തെ ഇവർ ഇത്രയും പരസ്യമായി വെടിവെച്ച് കൊന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അയൽ രാജ്യമായ സുഡാനിലും നൈജീരിയയിലും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ കലാപങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. സുഡാനിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. നൈജീരിയയിൽ വേണ്ടി വന്നാൽ ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പ്രഖ്യാപിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മാലി പോലെയുള്ള അതീവ ദരിദ്രമായ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു രാജ്യത്തും അവിടുത്തെ ഈ അൽ-ഖ്വയ്ദ തീവ്രവാദികൾ വളർത്തിവിട്ട അവരുടെ പോഷക സംഘടനയിൽപ്പെട്ട നിരവധി സംഘടനകളുണ്ട്. ഇവർ നിരന്തരമായ ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവരെ വിട്ടയക്കുന്നതിന് പണം വാങ്ങുകയും അതുപോലെ കൂട്ടത്തോടെ വന്നെത്തി കൊള്ളയും മറ്റും നടത്തുന്നതാണ് ഇവരുടെ സ്ഥിരമായ രീതി. ഇതിനെ എതിർക്കുന്നവരെയൊക്കെ തന്നെ വധിക്കുക എന്നുള്ളതാണ് ഇവർ കുറേ നാളുകളായി തുടർന്നു വരുന്ന ഒരു രീതിയും. കഴിഞ്ഞ ആഴ്ചകളിൽ അൽ-ഖ്വയ്ദയെ ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് എന്ന സംഘടനയിലെ പ്രവർത്തകർ ഇവിടെ ഇന്ധന ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവിടെയുള്ള സ്കൂളുകളും മറ്റും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിയിരുന്നു. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഉള്ള വ്യത്യാസം നോക്കാതെയാണ് ഇവർ ഇവിടെ ആളുകളെ കൂട്ടത്തോടു കൂടി ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ നടക്കുന്ന മനുഷ്യത്വ രഹിതമായ പെരുമാറ്റത്തിനെയും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നിരവധി തവണ പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിലും ഒരു തരത്തിലും ആർക്കും ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. ഈയിടെ അൽ-ഖ്വയ്ദ തീവ്രവാദികൾ ഒരു ഇറാനിയൻ കമ്പനിയിൽ 2 ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് $50 മില്യൺ അവർ വിട്ടുകൊടുക്കുന്നതിനായി വാങ്ങി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇവർ പ്രധാനമായും പണമുണ്ടാക്കുന്നതും മറ്റും ഇത്തരത്തിലുള്ള ഈ തട്ടിക്കൊണ്ടു പോകലുകളിലൂടെ അതുപോലെ കൊള്ളയടിക്കുന്നതിലൂടെയൊക്കെ ആണെന്ന് തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഇടപെടൽ ഒരുപക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ പരിഹാരമാകുകയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. നൈജീരിയയിൽ ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഒരുപക്ഷെ മാലിയിലും ഇടപെടാനുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ അവിടെ ഉള്ള ഈ അൽ-ഖ്വയ്ദയെ പൂർണ്ണമായും ഇല്ലാതാക്കാനും അവിടെ സാധാരണക്കാർ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പലരും വിലയിരുത്തുന്നത്.